ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാ കറികളിലും ചേർക്കാൻ പറ്റുന്ന ഒരു സൂക്ഷിച്ച് വെക്കാനും പറ്റുന്ന ഒരു ഗ്രേവിയാണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഉണ്ടാക്കി തരത്തില്ലേ കറികളൊക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതുണ്ടാക്കി ഇങ്ങനെ കൊടുത്തു വിടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 5 സവോള ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അത് കുറച്ച് കൂടുതലായിട്ട് 1 കിലോയോളം, 1 കിലോ അത് കുറച്ചുകൂടെ കൂടുതൽ കാണും. അത്രയും തക്കാളി എടുത്തിട്ടുണ്ട്. 2, 4, 6, 8 ഒരു 10 തക്കാളി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി, ഒരു 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഒരു ഇഞ്ചി, ഒരു കുറച്ച് 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂനട്ട് വേണം. അതേപോലെ തന്നെ ജീരകം, ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയ കറുവപ്പട്ടയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കോല അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തക്കാളീനെയും പിന്നെ നമ്മുടെ സവോളേനെയും ഇതും നമുക്കൊന്ന് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി, സവോള ഉണ്ടല്ലോ, കാഷ്യൂനട്ട്, പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, തക്കോലം, പിന്നെ കറുവപ്പട്ട, പിന്നെ ഇതേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ നമുക്ക് നമ്മുടെ സവോളേനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സവോള ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെങ്ങനെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ പണികളെല്ലാം ഭയങ്കര ഈസി ആവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ചോപ്പർ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പണികളൊക്കെ ഈസി ആവും. ഇലക്ട്രിക്കിൻ്റെ ചോപ്പറാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. മറ്റേ നമ്മൾ ആ വലിക്കുന്ന ടൈപ്പ് ഉള്ളതല്ലാത്തതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ തക്കാളി നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ തക്കാളി നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെയുള്ള തക്കാളിമ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ എല്ലാം പഴുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പഴുക്കാൻ വേണ്ടി ഞാൻ നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് പറിച്ചെടുത്തതാണ് ഇത്രയും തക്കാളി. ഇനിയും ഉണ്ടതുമ്മേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി ആയതുകൊണ്ട് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും നല്ലപോലെ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോളേനെയും ഇതും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ഈ ചോപ്പറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവോളേനെ നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. നോക്കിക്കേ, നല്ല ഫൈനായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഇതങ്ങനെ കുഴഞ്ഞൊന്നും പോകത്തില്ല. നന്നായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനടപ്പത്ത് വെച്ച്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാനടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന 2 തക്കോല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ അതുകൊണ്ട് കറുകപ്പട്ടയുടെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇനി നമുക്കതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന ജീരകം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജീരകം ഒന്ന് കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തീ ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചോളൂ. ഞാനിവിടെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഇപ്പോൾ. കാരണം നല്ല ചൂടാണ് ഈ ഇങ്ങനത്തെ അടുപ്പായതുകൊണ്ടേ. ഇപ്പം നല്ലപോലെ നമ്മളിട്ട് കൊടുത്ത മസാലകളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചോളൂ കേട്ടോ. കാരണം ഇത് കുറച്ചൊന്ന്
എണ്ണയിൽ നല്ലപോലെ കിടന്നാലാണ് നമുക്കിതൊന്നും നല്ലപോലെ വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചേക്കുന്നത്. അപ്പം നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ചേർക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ വഴന്ന് കിട്ടട്ടെ കേട്ടോ. നമ്മുടെ ഒനിയൻ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നമുക്കൊന്നതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സവോള വഴറ്റുന്നതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ വേണ്ട, അല്ലാത്ത ഏത് വേണമെങ്കിലും സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് ജസ്റ്റ് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയപ്പോഴത്തേനും ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് ഉണ്ടല്ലോ, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ട് കിടന്നാൽ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്തോളും. അപ്പോൾ നമ്മളിത് ഇനി ഇത് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിതൊന്ന് ചൂടാറാൻ വെച്ചിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ തരിയും കാര്യങ്ങളൊന്നും വേറെ കട്ടിയായിട്ട് ഇങ്ങനെ നമ്മുടെ കാഷ്യൂനട്ടൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് അരഞ്ഞ് ചേർന്നോളും. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേവി എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ലപോലെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ നമുക്കങ്ങനെ കാണുന്ന രീതിയിലിരിക്കുന്നത്. അത് നമുക്ക് അരച്ചെടുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക്
ഒരു കുറച്ച് നേരം ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനടപ്പത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീ കുറച്ച് വെക്കണം. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊട്ടും വെള്ളം ഇല്ലല്ലോ, അതുകൊണ്ട് അപ്പം നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. കണ്ടില്ലേ, ഇപ്പം എല്ലാം കൂടെ ഒന്ന് അരഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാം കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ഈ ബട്ടർ ചിക്കൻ ഉണ്ടല്ലോ, ബട്ടർ ചിക്കൻ, പിന്നെന്തോന്ന് പനീർ മസാല, അങ്ങനത്തെ ഒരുപാട് കറികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം. കടലക്കറി, ചിക്കൻ കറി, അങ്ങനെ എന്ത് കറി വേണേലും നമുക്ക്. ഇതിപ്പോൾ കുറച്ച് അളവിനേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കുറച്ച് പേരുള്ളെങ്കിൽ നമുക്ക് ഈസിയാണ്. നമുക്കൊരു കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് അടത്തി എടുക്കാനായിട്ട് ഇതിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. നമ്മളിതിൽ ഒരുപാട് അങ്ങനെ കോക്കനട്ട് ഓയിൽ പോലത്തെ അങ്ങനത്തെ ഓയിലൊന്നും അല്ലല്ലോ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർക്കാനും പറ്റും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിന് തന്നെ നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ടയായി കഴിയുമ്പോൾ നമ്മളെടുത്ത് ഒരു സിപ്ലോ കവറിലിട്ട് അടച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് കറി വെക്കുന്ന സമയത്ത് 1-2 പീസുകൾ എടുത്തിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ എല്ലാ കറികളിലും ചേർക്കാൻ പറ്റുന്ന ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ എല്ലാ കറികളിലും ചേർക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടുള്ള ഒരു കടലക്കറിയും കൂടെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ.